28 വർഷമായി കലോത്സവ വേദികളിൽ മുടങ്ങാതെ എത്തുന്ന ഒരാളെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. എന്താണ് ചേട്ടന്റെ പേര്? അനന്തു സുധീഷ്. കലയോട് അത്രയേറെ ഇഷ്ടമാണോ? കലയോട് അത്രയേറെ ഇഷ്ടമാണ്. കലോത്സവത്തെ ഞാൻ പ്രണയിക്കുന്ന ഒരാളാണ്. കലോത്സവത്തോട് എനിക്ക് അത്ര ഇഷ്ടമുണ്ട്. ഇതിപ്പോൾ 28ാമത്തെ കലോത്സവമാണ് ഞാനിപ്പോൾ കാണുന്നത്. തൃശ്ശൂർ തന്നെ 2004 ഞാൻ കണ്ടിരുന്നു, 2012 കണ്ടിരുന്നു, 2018 കണ്ടിരുന്നു. ഇപ്പോൾ 2026 4ാമത്തെ കലോത്സവമാണ് ഞാൻ കാണുന്നത്. മൊത്തം 28 കലോത്സവമായി. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരത്തും പോയി അവിടെ നിന്ന് ഓരോ മത്സരങ്ങളും കാണാം. ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സരം? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മത്സരം ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടിയാണ്. അതിൽ മോഹിനിയാട്ടം, ഭരതനാട്യം, കുച്ചിപ്പുടിയാണ് ഞാൻ ഏറ്റവും ഏറെ കാണുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ 1997 മുതലുള്ള കലോത്സവത്തിൽ ഓരോ വർഷവും വന്ന് ഒന്നാം സ്ഥാനം വാങ്ങിയ കുട്ടികൾ ആരൊക്കെയാണെന്ന് ഇന്നും എനിക്ക് കാണാൻ. അപ്പോൾ അത് അത്രയേറെ നെഞ്ചിലേറ്റിയത് കൊണ്ടാണ് എൻ്റെ ഉള്ളിൽ അതിപ്പോഴും ഇരിക്കുന്നത്. ഇത്തവണ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. മകള് വേദിയിൽ പെർഫോം ചെയ്യുന്നത് കാണാൻ കഴിഞ്ഞു അല്ലേ? അതായത് കലോത്സവമൊക്കെ ഇങ്ങനെ കാണുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ എനിക്കുണ്ടായി എനിക്കൊരു മോള് വരണം, ജനിക്കണം, ആ മോളെ കലോത്സവ വേദിയിൽ ഇതുപോലെ കൊണ്ടുവരണം എന്നൊക്കെയുള്ള സ്വപ്നം ഉണ്ടായിരുന്നു. മോള് ജനിക്കുന്നതിന് മുമ്പേ ഉള്ള സ്വപ്നമായിരുന്നു. ഇത്തവണ സർവേശ്വരൻ എനിക്ക് ആ ഭാഗ്യം തന്നു. ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ മോഹിനിയാട്ടത്തിൽ മോള് അത്യുജ്വല പ്രകടനം കാഴ്ചവെച്ചു. അത് കാണാനുള്ള മഹാഭാഗ്യം എനിക്ക് കിട്ടിയെന്നുള്ളതാണ്. എന്നാലും വരും വർഷങ്ങളിൽ ഇതുപോലെ കലോത്സവ വേദികൾ സജീവമാകട്ടെ, ഇതെല്ലാം കാണാനുള്ള ഒരു ഭാഗ്യം, ഒപ്പം മോളുടെ പെർഫോമൻസും ഇനിയും കാണാൻ കഴിയട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. സന്തോഷം, ഒരുപാട് സന്തോഷം. എന്നാലും ഇത്രയേറെ വർഷം തുടർച്ചയായി കലോത്സവം കാണാൻ എത്തുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അത് പക്ഷേ ഈ ചേട്ടൻ സാധിച്ചെടുത്തിരിക്കുകയാണ്. ക്യാമറാമാൻ KP ധനേഷിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 തൃശൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.